അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഒരുപാട് ആൾക്കാർ ചില വിശ്വാസങ്ങൾ പ്രകാരം പൈസ നമ്മുടെ കയ്യിൽ വരണം എന്നുള്ള അടയാളങ്ങൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വിശ്വാസങ്ങൾ പ്രകാരം ചില കാര്യങ്ങൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ പൈസ നമ്മുടെ കയ്യിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ചില അടയാളങ്ങൾ ചില ആൾക്കാർ പറയാറുണ്ട്. എന്തെന്നാ, ഈ വീട്ടിൽ നമ്മൾ കറുത്ത ഉറുമ്പുകൾ കൂട്ടം കൂട്ടായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് പൈസ വരാനുള്ള ഒരു ലക്ഷണമായിട്ട് ആൾക്കാർ പറയാറുണ്ട്. അതുപോലെ ഈ വീട്ടിൻ്റെ ഉള്ളിലേക്ക് തവള കയറുകയാണെങ്കിൽ, അപ്പൊ ഈ തവള കയറുക എന്ന് പറയുമ്പോൾ അതൊക്കെ ചൈനീസ് ആൾക്കാരുടെ വിശ്വാസമാണ് കേട്ടോ. ഇവിടെ അതുണ്ടോന്ന് അറിയില്ല. എങ്കിലും ഈ തവള കയറി വരികയാണെങ്കിൽ, വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണെങ്കിൽ പണം, ലാഭം, അതായത് പണം നമുക്ക് വരാനുള്ള ഒരു വിശ്വാസമായിട്ട് കണക്കൂട്ടുന്നുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒരു പാമ്പിന് സ്വപ്നം കാണാന്ന് വിചാരിച്ചു. പാമ്പിന് സ്വപ്നം കണ്ടു കഴിഞ്ഞാല് അതൊരു ധനലാഭമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്ന് പറയുന്നത്. അപ്പൊ പാമ്പിന് സ്വപ്നം കാണാന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളാകുമ്പോൾ നടക്കില്ല. എന്താ കാരണം വെച്ചാൽ അവിടെ വ്യത്യാസമുണ്ട്. മുസ്ലിങ്ങൾ പാമ്പിന് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ഇബ്ലീസാന്ന് പറയും. അതായത് എന്തൊക്കെയോ ശത്രുക്കളുണ്ട് അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ. ശത്രുക്കളാണ്. പക്ഷെ ചില ആൾക്കാർ പാമ്പിന് സ്വപ്നം കണ്ട ധനലാഭം എന്നാ പറയുന്നത്. ചില വിശ്വാസങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ എന്താ പറയാ, മഴ പെയ്യുന്നത് സ്വപ്നം കാണുകയാണെങ്കിൽ ധനലാഭം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പക്ഷികളൊക്കെ, ഏതെങ്കിലും പക്ഷികളൊക്കെ നമ്മളെ മേലെ കാഷ്ടിച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കാഷ്ടിക്കുകയാണെങ്കിൽ ധനലാഭം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ നമ്മള് നാണയങ്ങളുണ്ടല്ലേ, അപ്പൊ പൈസ നമ്മളെ വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടുക, ₹1, ₹2 നാണയങ്ങളോ അല്ലെങ്കിൽ പൈസയൊക്കെ വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാലും ധനലാഭമാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് വരാൻ സാധ്യത, നമുക്ക് എന്തോ പൈസ വരാൻ എടുക്കുന്നുണ്ടെന്ന് അർത്ഥം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പിന്നെ വലത്തെ കൈ ചൊറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലക്ഷണമാണ് ഈ പറയണത് കേട്ടോ. വലത്തെ കൈ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പൈസ വരാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതുപോലെ ഇടത്തെ കൈ ചൊറിഞ്ഞു കഴിഞ്ഞാലോ പൈസ നമ്മളെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പിന്നെ അതുപോലെ ഈ നെല്ല്, ഗോതമ്പുകളൊക്കെ ഇങ്ങനെ അതൊക്കെ സ്വപ്നം കാണുകയാണെങ്കിലും നമുക്ക് പൈസ വരാൻ, അതായത് നമുക്ക് ഇവിടുന്ന് കുറച്ച് പൈസ വരാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഈ പൈസ നമ്മുടെ കയ്യിലേക്ക് വരാൻ ഉള്ള അടയാളങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വിശ്വാസപരമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. തലമുറകളായിട്ട് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന അതിലൊരു കൂട്ടത്തിൽ, ഇപ്പൊ ഈ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ എനിക്ക് 2 ദിവസം മുന്നേ വരെ ₹2 കണ്ട് കളഞ്ഞിട്ട്, റോട്ടിൽ നിന്ന് ഒരു ₹2 ഒരു 2നെ തൊട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ടാവോ ഈ പൈസയൊക്കെ ഒന്നുണ്ടാവുക? അതൊന്നും പറയാൻ പറ്റില്ലട്ടാ. ഇതൊന്നല്ല, ഇപ്പൊ വേറൊരു ചെറിയൊരു മോതിരം പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, അതിന് ബാക്കി പൈസ ഉണ്ട്. അപ്പോ പൈസ ചിലപ്പോ അങ്ങനെയാണോ? അത് അനുഭവങ്ങൾ. അപ്പൊ നമ്മൾ ഇങ്ങനെ ലക്ഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോ അതാവും എന്ന് വിചാരിക്കാണ്. നമ്മളെ മനസ്സാണല്ലോ വിശ്വസിക്കുന്നത്. ചില സംഭവങ്ങൾ യാദൃശ്ചികമായിട്ട് പെട്ടെന്ന് ഇതാവുമ്പോ. അപ്പൊ ഞാനും ഇതുപോലെ പാമ്പിനെയൊക്കെ സ്വപ്നം കാണാറുണ്ട്. അപ്പൊ നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല, അത് വിടും. അപ്പൊ അങ്ങനെ വിശ്വാസപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ട് ഇപ്പൊ കൈ ചൊറിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പൈസ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇടത്തെ കൈ ചൊറിഞ്ഞാൽ പൈസ പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിതൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ഈ പൈസ എന്നൊക്കെ പറയുന്നത് ശരിക്കുള്ള യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ കഠിനാധ്വാനം, പണിയെടുക്കുക, എന്ത് പണിയും ചെയ്യുക. നമ്മൾ എന്ത് പണിയെടുക്കുക, നമ്മളെ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. നമ്മൾ സമയങ്ങൾ വേസ്റ്റ് ആക്കാതിരിക്കുക. സമയത്തിനെ നമ്മൾ ജോലിയാക്കി മാറ്റി, അതിപ്പോ ബുദ്ധി കൊണ്ടാവാം. ബുദ്ധി കൊണ്ട് കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ബുദ്ധി പ്രവർത്തിച്ച് കാശുണ്ടാക്കുന്നു. കൈയും കാലം കൊണ്ട് പണിയെടുത്ത് കാശുണ്ടാക്കുന്നു. കാലുകൊണ്ട് മാത്രം ഇങ്ങനെ ടൈലറിങ്, അത് കാലുകൊണ്ട് കാശുണ്ടാക്കുന്നു. ഞങ്ങളിപ്പോ കൂലിപ്പണിക്കാർ ശരീരം മൊത്തം ഇളക്കിയിട്ടാണ്, അതായത് കൈയിളക്കണം, കാലിളക്കണം, ശരീരം മൊത്തം ഇളക്കിയിട്ടാണ് ഞങ്ങൾ പണിയെടുത്ത് കാശുണ്ടാക്കുന്നത്. അപ്പൊ എഞ്ചിനീയർമാരൊക്കെ എന്നിട്ടാ തലച്ചോറ് കൊണ്ട് കാശുണ്ടാക്കുന്നു. ഇപ്പൊ കുറച്ച് യൂട്യൂബർമാര് സംസാരിച്ച് കാശുണ്ടാക്കുന്നു. വാർത്തകൾ വായിക്കുന്ന ആൾക്കാരും നാക്കുകൊണ്ടാണ് വർത്താനം പറഞ്ഞ് കാശുണ്ടാക്കുന്നു. അപ്പൊ നമ്മൾ കാശുണ്ടാക്കാൻ തീരുമാനിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കയ്യിൽ കഠിനാധ്വാനം, നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മൾ പണിയെടുക്കണമെങ്കിൽ പണിയെടുക്കാം, അതിന് വേറെ എന്തെങ്കിലും രീതിയിൽ ചിന്തിക്കാം. അപ്പൊ കഠിനാധ്വാനം, അതുപോലെ ആ കിട്ടുന്ന പൈസകൾ എടുത്തു വെക്കാനും പഠിച്ചാൽ നമ്മൾ പൈസ താനെ ഉണ്ടാക്കാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ കൈ ചൊറിഞ്ഞത് കൊണ്ടൊന്നും പൈസ ഒന്നും വരില്ല എന്റെ കണക്കൂടലിട്ടാ. കൈ ചൊറിഞ്ഞാലോ അല്ലെങ്കിൽ തവളതാവും, അങ്ങനെയാണെങ്കിൽ ഡെയിലി വീട്ടിൽ തവള കയറി വരുന്നതാ. അപ്പൊ എത്ര റുപ്യ കിട്ടണം? അതുപോലെ പാമ്പിനെ ഇടക്കിടക്ക് സ്വപ്നം കാണും. ഞാൻ നടക്കുന്ന വഴി കൂടെ നടക്കുന്ന
വഴികളിലൊക്കെ പാമ്പ് ഇങ്ങനെ അരിച്ചരിച്ച് പോകുന്നുണ്ടാവും. ഞാൻ എന്നിട്ട് ഓരോന്നിനും തല്ലിക്കൊല്ലും, ചിലപ്പോൾ എടുത്ത് വലിച്ചെറിയും, അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട്. അപ്പൊ അതൊക്കെ വിശ്വസിച്ച് നടന്നിട്ട് നമുക്ക് പൈസ കിട്ടും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പണിക്ക് പോകണം, പണിക്ക് പോയാൽ കാശുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ വിശ്വാസപരമായിട്ട് നമുക്ക് ആരെയും പുച്ഛിച്ച് തള്ളാനും പറ്റില്ല. അങ്ങനെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോ. പക്ഷെ ചില അടയാളങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതുപോലെ വീട്ടിലൊക്കെ ചില നേരത്ത് കറുത്തുറുമ്പ്, ഇഷ്ടംപോലെ കറുത്തുറുമ്പാണ്. മറ്റേ കുഞ്ഞിനല്ല കേട്ടാ, ചെറിയൊരു കറുത്തുറുമ്പുണ്ട്, കരിമണി പോലത്തെ. അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആകെ കൂട്ടം കൂട്ടായിട്ട് പെട്ടെന്ന് വരും, പെട്ടെന്ന് കാണാണ്ടാവും. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കല്യാണം വരാൻ സാധ്യതയുണ്ടെന്നാ, ചെലവ് പൈസ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അതൊക്കെ ഒരു വിശ്വാസമാണ്, തലമുറകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിലൊന്നും കാര്യമുണ്ടോന്ന് വെച്ചാൽ നമുക്കറിയില്ല. വിശ്വസിക്കുന്നവർ ഇപ്പോഴും വിശ്വസിച്ചോ. എന്നെ സംബന്ധിച്ച് പണം വരണ പണിയെടുക്കുക, അധ്വാനിക്കുക, കഠിനാധ്വാനം അതുണ്ടെങ്കിൽ പൈസ വരും. നീ ഇവിടുത്തെ വീട്ടിലിരുന്നാൽ കാശ് കിട്ടുന്നത് എനിക്ക് വിശ്വാസമില്ല. അപ്പൊ അങ്ങനെ നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാന്നുള്ളത് കമന്റ് അടിക്കും. നിങ്ങൾക്ക് വല്ല അനുഭവം ഉണ്ടാ? ഉറുമ്പിനെ കണ്ട് കാശ് കിട്ടിണ്ടാ? കൈ ചൊറിഞ്ഞിട്ട് കാശ് കിട്ടിണ്ടാ? തവളേനെ സ്വപ്നം കണ്ടിട്ട് കാശ് കിട്ടിണ്ടാ? പാമ്പിനെ സ്വപ്നം കണ്ടിട്ട് കാശ് കിട്ടിണ്ടാ? 1-2 റുപ്യ വഴിന്ന് കളഞ്ഞിട്ട് പിറ്റേ ഒരാഴ്ചയുള്ളിൽ നിങ്ങൾക്ക് കൂടുതൽ പൈസ കയ്യിൽ വന്നിണ്ടാ? ഇനി ഇന്നാള് ഞാൻ പറഞ്ഞാൽ 24 കയ്യിൽ എഴുതിയതിനു ശേഷം പൈസ കിട്ടിണ്ടാ? അപ്പൊ അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പിന്നിൽ പോവാണ്ട് പണിയെടുക്കുക, അതന്നെ പൈസ വരെ ഏറ്റവും വലിയ മാർഗം. അധ്വാനിക്കുക, കഠിനാധ്വാനം ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സി യു. ഇത് ഞാൻ പണിയെടുത്ത പൈസയാ. ഈശോയിൽ വയ്ക്കട്ടെ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.